ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള ബ്രേവ് ബ്രൗസറിലുള്ള കുറച്ച് കോമൺ ഡൗട്ട്സുകളും പിന്നെ കുറച്ച് ടിപ്സുമാണ്. അതായത് കൂടുതൽ നോട്ടിഫിക്കേഷൻ ആഡ്സ് വരാൻ നമ്മൾ എന്തെല്ലാം 2-3 ടിപ്പുകളുണ്ട്, അതും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെയിനായിട്ടുള്ള പലരുടെയും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അധിക പേരും മൊബൈൽ യൂസേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിലുള്ള കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഈ സെയിം ബ്രൗസർ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രയാങ്കിൾ ഐക്കൺ. ഇവിടെയാണ് നമ്മുടെ റവന്യൂസ് കാണിക്കുക, എത്ര ബാറ്റ് കിട്ടി, എത്ര ഏൺ ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവിടെ ഇപ്പോൾ എനിക്കിവിടെ കാണിക്കുന്നത് 12.6 ബാറ്റാണ്. അവിടെ ചിലർക്ക് ഇത്ര ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 വരുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ഡൗട്ടാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ടാണ്. എപ്പം വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മന്ത് ഏൺ ചെയ്തേക്കുന്ന എമൗണ്ട് നെക്സ്റ്റ് മന്തിൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. ആഡിൻ്റെ സെറ്റിങ്സ് ആണ്, ബ്രേവ് റിവാർഡിൻ്റെ ആഡ് സെറ്റിങ്സ് ആണ്. ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് അടിക്കുക. ഇവിടെ എസ്റ്റിമേറ്റഡ് റിവാർഡ് സ്പെൻഡിങ് എന്ന് പറയുന്ന സെക്ഷനിൽ എന്ത് കാണിക്കും? നമുക്ക് ഈ മന്ത് ഇതുവരെ ഈ മന്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന ടോട്ടൽ ബാറ്റിൻ്റെ കൗണ്ട് ഇവിടെ കാണിക്കും. ടോട്ടൽ ആഡിൻ്റെ ഈ മന്ത് എത്ര ആഡ് കാണിച്ചു. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ് 6 സെപ്റ്റംബർ ആണ് നെക്സ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ്. അതായത് ഈ 3.725 എന്ന് പറയുന്ന ഈ മാസം കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇനിയും കൂടും കേട്ടോ, ഈ മാസം ഉണ്ടാകുമ്പോഴേക്കും അത് കൂടും. പക്ഷേ ആ ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ആഡ് ആകുന്നത് എപ്പം മാത്രമായിരിക്കും? നെക്സ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ് 6 സെപ്റ്റംബറിലായിരിക്കും. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിത് വിഡ്രോ ചെയ്യാത്ത അക്കൗണ്ട് ബാലൻസാണ് 12 ബാറ്റ് എന്ന് പറയുന്നത്. അതായിരുന്നു പലരുടെയും മെയിൻ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന്, നമുക്കിത് ക്രോം യൂസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ വേറൊരു ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് പാരലലായിട്ട് ഏത് ബ്രൗസറും യൂസ് ചെയ്യാം, അതിൻ്റെ കൂടെ ഇതും യൂസ് ചെയ്താൽ മതി. കൂടുതൽ ആഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ ബ്രൗസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഡൗട്ട്, പലർക്കും പല വെബ്സൈറ്റുകളും ലോഡാവുന്നില്ല. പല വെബ്സൈറ്റുകളിലെ ചില വെബ്സൈറ്റുകൾ മാത്രം ലോഡാവുന്നില്ല എന്നുള്ള ഇഷ്യൂസ് പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വീഡിയോ കട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, അതല്ലെങ്കിൽ ഓഡിയോ കട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ റീസൈസ് ചെയ്യുന്ന ആപ്പുകൾ, ഇങ്ങനത്തെയൊക്കെ വെബ് ആപ്പുകളൊന്നും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേവ് ബ്രൗസർ, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ബ്രേവ് ബ്രൗസർ അതിലുള്ള ആഡ്സും അങ്ങനത്തെ നമ്മളെ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഈ ആഡിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുക ബ്രേവ് ഷീൽഡ് എന്നാണ്. ഈ ഷീൽഡ് എല്ലാ സൈറ്റുകൾക്കും ഓൺ ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 4 ആഡ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തുനിന്ന് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ചില വെബ്സൈറ്റുകളിലുള്ള ഈ സ്ക്രിപ്റ്റുകൾ, അതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് മേ ബി ആഡ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അവരെന്ത് ചെയ്യും? അതും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ വെബ്സൈറ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് ആ വെബ്സൈറ്റ് വർക്ക് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ഷീൽഡ് ആ ഒരു വെബ്സൈറ്റിന് മാത്രം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത വെബ്സൈറ്റിൽ കയറുമ്പോൾ നോർമലി അത് ബ്ലോക്ക് ആയിരിക്കും. ഈ ഒരു വെബ്സൈറ്റിന് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രേവ് ഷീൽഡ് ഓൺ ആക്കി വെക്കാം. അപ്പോൾ അങ്ങനത്തെ ഫങ്ഷൻസ് വെച്ചിട്ട് ആ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ്. എങ്ങനെ പലർക്കുള്ളൊരു ഒരു കംപ്ലൈൻ്റ് ആണ് ആഡ് വരുന്നില്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആഡ് വരുന്നില്ല. പലരും ആ കാരണം പറഞ്ഞിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ട്. ഞാനിപ്പോഴും പെർ മന്ത് നല്ലൊരു എമൗണ്ട് ഈ ഒരു ബാറ്റിലൂടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റീചാർജ് ചെയ്യാനൊക്കെ ഉള്ള എമൗണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. മാത്രമല്ല നമ്മളത് എമൗണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ബിറ്റ് കോയിൻ ട്രേഡിങ്ങിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ എമൗണ്ടിനെ എങ്ങനെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഈ ചാനലിനകത്ത് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആഡ്സ് കാണിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ്. ഒന്ന്, മെയിനായിട്ട് ബ്രേവിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ ഈ താഴെ കാണുന്ന 3 ഐക്കൺ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് ബ്രേവിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ താഴേക്ക് പോകുമ്പം അവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് ബ്രേവ് റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോ ആഡ്സ് വെൻ ബ്രേവ് ഈസ് നോട്ട് ഇൻ യൂസ്. ബ്രേവ് യൂസ് ചെയ്യാത്ത സമയത്തും ആഡ് കാണിക്കണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതെന്ത് ചെയ്യാം? ഓണാക്കി വെക്കുക. ചിലപ്പം ചില ഫോണുകളിലൊക്കെ ഓണായിരിക്കും, അത് ഓണല്ലാത്തവർ ഓണാക്കി വെക്കുക. അതായത് നമ്മൾ ബ്രേവ് യൂസ് ചെയ്യാത്ത സമയത്തും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും ആഡിൻ്റെ.
ഓക്കെ, അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്രേവിൻ്റെ റിവാർഡ്സ് സെറ്റിങ്സ് എടുക്കുക. റിവാർഡ് സെറ്റിങ്സിൽ വ്യൂ ഡീറ്റെയിൽസ്, ആഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വ്യൂ ഡീറ്റെയിൽസ് അടിക്കുക. അവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 5 ആഡ് പെർ ഹവർ എന്ന് തന്നെ അല്ലേ എന്നുള്ള ഒന്ന് ഉറപ്പ് വരുത്തുക. അത് 2 ആയിരിക്കും ഡിഫോൾട്ടായിട്ടുണ്ടാവുക. അത് മാറ്റിയിട്ട് 5 ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതാകുമ്പം നമുക്ക് കൂടുതൽ ആഡ്സ് ഷോ ചെയ്യും. ഇനിയിപ്പം ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ്സ് പ്രോപ്പറായിട്ടൊരു ദിവസം 2, 3, 4 ആഡ്സ് ഒന്നും വരുന്നില്ല, അതിലപ്പുറം വരും. പലർക്കും പല ഡിപ്പെൻഡിങ് ആണ്. ഇതിപ്പോൾ ഒരു ആഡാണ്. ഓക്കെ, അപ്പം പലർക്കും ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്നിട്ടും വരുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആഡ്സ് നമ്മളിത് പലതവണ യൂസ് ചെയ്തിട്ടും ആഡ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു VPN, നിങ്ങൾ പല VPNs നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന VPN എന്ന് പറയുന്നത് Psiphon Pro എന്ന് പറയുന്ന VPN ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, ഏത് VPN ആയാലും പ്രശ്നമില്ല. ഇതിൽ കൺട്രി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന കൺട്രി സെറ്റ് ചെയ്യുക. എന്നിട്ട് VPN ഓണാക്കി വെക്കുക. ഇങ്ങനെ VPN ഓണാക്കി വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിന് ലൊക്കേഷൻ IP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്രേവ് ബ്രൗസർ നമ്മൾ ഡിഫോൾട്ട് ബ്രൗസറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ഇതിപ്പോൾ എൻ്റേത് ഓൾറെഡി ഡിഫോൾട്ടാണ്, അതുകൊണ്ട് ഇവിടെ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവിടെ നമ്മൾ ഒരു ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ ആ ബ്രൗസർ ഡിഫോൾട്ടായിട്ട് അത് സെറ്റ് ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഡയറക്റ്റ് ക്രോമിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ബ്രൗസർ നമ്മൾ ഡിഫോൾട്ടായിട്ട് ബ്രൗസിങ്ങിനുള്ള ആപ്പായിട്ട് യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാവിലേക്ക് വരും. അത് കാരണം നമ്മൾ കൂടുതൽ ഈ ബ്രേവ് യൂസറായിട്ട് കൂടുതൽ ടൈം എൻഗേജ് ആവും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. വേറെയുള്ളൊരു പലരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ടിപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ബ്രേവ് ബ്രൗസറിൻ്റെ അകത്ത് കിട്ടുന്ന ബാറ്റ് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡായിരുന്നു ടിപ്പ് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ തന്നെ ഒരു ചാനലിലേക്ക് ടിപ്പ് കൊടുത്തിട്ട് ആ എമൗണ്ട് ആ ചാനൽ വഴി വിഡ്രോ ചെയ്യുക എന്നുള്ളത്. ട്വിറ്റർ അക്കൗണ്ടോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ്റെ അത് കൊടുക്കാം, അതല്ലെങ്കിൽ ചാനലിൽ റെഫർ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രേവ് വെരിഫൈഡ് പബ്ലിഷർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, അത് ടിപ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് തന്നെ കൊടുക്കാം. ഇപ്പം പക്ഷേ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ നമ്മൾ ടിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു ഓപ്ഷൻ ബ്രേവ് ബ്രൗസറിൽ വന്നിട്ടില്ല. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തവർക്കൊക്കെ ഇവിടെ ഈ റിവാർഡിൻ്റെ മേലെ വെരിഫൈ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ പണ്ട് ടിപ്പ് കൊടുക്കുന്ന പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ തന്നെ നമ്മുടെ അപ്ഹോൾഡ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വെരിഫൈ വാലറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വാലറ്റ് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം എന്ത് വേണം, മിനിമം ഇവിടെ കാണിക്കുന്നുണ്ട്, മിനിമം ബാലൻസ് ഓഫ് 25 ബാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ അപ്പോൾഡ് അക്കൗണ്ടും നമ്മുടെ മൊബൈൽ ബ്രേവിലുള്ള ഈ ഒരു അക്കൗണ്ടും നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 25 ബാറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാലറ്റുമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്തിട്ട് ഡയറക്റ്റ് അപ്പോൾഡിലേക്ക് മൊബൈലിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇവിടെ അടുത്തായിട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്.